كبر مقتا عند الله أن تقولوا ما لا تفعلون. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നമ്മളിൽ ഇല്ലാത്തതിനെ ഉപദേശിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇമാം ഗസാലി റഹിമഹുള്ള പറഞ്ഞതുപോലെ അന്നസിഹത്തു സഹലുൻ വ മുഷ്കിലു കബൂലുഹ എന്നുള്ളത്. അതായത് ഈ ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അതിനെ സ്വീകരിക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ മറ്റുള്ളവരോട് പറയും നീ നിസ്കരിക്ക് അല്ലെങ്കിൽ നീ നോമ്പ് നോക്ക് എന്നൊക്കെ, പക്ഷെ നമ്മൾ അത് ചെയ്യൂല. ഒരിക്കല് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു ഉമ്മ പരാതി പറയാണ് തന്റെ മകനെ കുറിച്ചിട്ട്. അവൻ നന്നായി മധുരം കഴിക്കുന്ന ആളാണ്. അപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന്. അങ്ങനെ പിന്നീട് ആ ഉമ്മയും മകനും കൂടി റസൂലിന്റെ അടുത്ത് വരികയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകനെ ഉപദേശിക്കുകയാണ്, മോനെ ഇനി മധുരം ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഉമ്മ പറയാണ് റസൂലെ ഇത് ആദ്യം പറയാമായിരുന്നില്ലേ എന്ന് പറയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാനും ഒരു മധുരം കഴിക്കുന്ന ആളാണ്, അത് മാറ്റാതെ ഞാൻ എങ്ങനെയാണ് പറയാന്ന്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മാതൃക കാണിക്കുകയാണ്. നമ്മളിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മൾ മറ്റുള്ളവരോട് ഉപദേശിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെയാണ് ശരിക്കും. നമ്മളിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുക. നമ്മളിൽ ഇല്ലാത്തത് നമ്മൾ ആദ്യം നമ്മൾ തന്നെ ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കേണ്ടത്.